കുഞ്ഞുവാവെ കാണാൻ വേണ്ടി ഫാദർ വന്നില്ല എന്ന് ചോദിച്ചവർക്കാണ് ഇന്നത്തെ വീഡിയോ. ഡെലിവറി ഡേറ്റ് അറിയുന്നതിന് മുമ്പ് തന്നെ മച്ച എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇനി അങ്ങോട്ടുള്ള ഓരോ മൂമെന്റ്സും ക്രൂഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് പുള്ളിക്കാരൻ നേരത്തെ എത്തിയതാണ്. ഡിസംബർ മന്ത് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടൈമായിരുന്നു. മച്ച നിൽക്കുന്നത് അബുദാബിയിലാണ്. അബുദാബിയിൽ നിന്ന് എപ്പോഴും ഡയറക്റ്റ് ഫ്ലൈറ്റിലാണ് മച്ച വന്നുകൊണ്ടിരുന്നത്. ഇത്തവണ ശരിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ കണക്റ്റിംഗ് ഫ്ലൈറ്റിലാണ് കേട്ടോ വന്നത്, അതും ഡൊമസ്റ്റിക്കിൽ. ശരിക്കും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളെല്ലാം വരുന്നത് ഈ പഴയ എയർപോർട്ടിലാണെന്നുള്ള കാര്യം. അബുദാബിയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രം അങ്ങനെയായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ്. നാട് എത്തിയപ്പോ വൈകുന്നേരം 4 മണി കഴിഞ്ഞു. ഇത്താടെ ഫസ്റ്റ് ഡെലിവറിക്ക് സാഹചര്യങ്ങൾ കാരണം മച്ചാക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ രണ്ടാമത് ആള് വരുമ്പോ എങ്ങനെയായാലും എത്തണമെന്ന് അവർക്ക് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫ്ലൈറ്റ് ഇത്രയും ടിക്കറ്റ് റൈസ് ആയിട്ട് ഇരുന്നിട്ടും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ആ മനുഷ്യൻ നാടെത്തി. മച്ചായെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. കാരണം വൈഫ് പ്രഗ്നന്റ് ആയിരിക്കുന്ന ബെല്ലി, അതേപോലെ തന്നെ കുഞ്ഞുവാവെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൈകളിലേക്ക് വാങ്ങുന്ന മൂമെന്റ്, ഇതെല്ലാം കുറച്ച് ദിവസമായിട്ട് ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പ്രവാസ ജീവിതം എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല. ഇതുപോലത്തെ നല്ല മൂമെന്റ്സുകളൊക്കെ ചിലർക്കെങ്കിലും മിസ്സായി പോയിട്ടുണ്ടാവും. സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് പലർക്കും ഈ മൂമെന്റ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്. ശരിക്കും ഇങ്ങനെയുള്ള ടൈമിൽ ഭർത്താക്കന്മാർ അടുത്ത് വേണമെന്ന് ഏത് ഭാര്യമാരും ആഗ്രഹിച്ചു പോകും. അതുപോലെ തന്നെ തന്റെ കുഞ്ഞിന്റെ മുഖം ആദ്യമായിട്ട് കാണാൻ ഏതൊരു അച്ഛന്മാർക്കും ആഗ്രഹം ഉണ്ടാവും. അച്ഛൻ വന്നതിന് ശേഷം വാവയ്ക്ക് കൊണ്ടുവന്ന കുഞ്ഞുടുപ്പുകളെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി കേട്ടോ. കാരണം ഇതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ഹോസ്പിറ്റൽ ബാഗിൽ ആഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് 3-4 ദിവസം മാത്രമേ ഉള്ളൂ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാനും കുഞ്ഞുവാവ് വരാൻ. ഇൻഷാ അല്ലാഹ് എല്ലാം നല്ലതുപോലെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ.